നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായി. പോലീസ് ആവശ്യപ്പെട്ടിരുന്നതിലും അരമണിക്കൂർ മുൻപ് നടൻ സ്റ്റേഷനിലെത്തി. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇറങ്ങി ഓടിയതിൽ വിശദീകരണം തേടാനാണ് നടനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, നിലവിലിപ്പോൾ ഷൈൻ ടോം ചാക്കയോടൊപ്പം അഭിഭാഷകനും ഷൈനിൻ്റെ പിതാവും കൂടെയുണ്ട്. ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണോ ചോദ്യം ചെയ്യൽ നടക്കുന്നത്? ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇവർ മൂവരെയും ഒരുമിച്ചിരുത്തിയാണോ ഇപ്പോൾ ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്? ധോണി, ഇപ്പോൾ നോർത്ത് സ്റ്റേഷനിലെ SHOയുടെ മുറിയിലാണ് ഷൈൻ ടോം ചാക്കോ ഉള്ളത്. അവിടെ SHOയുടെ മുറിയിൽ സെൻട്രൽ ACP ജയകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ തന്നെ ഷൈൻ ടോം ചാക്കോയും പിതാവ് ചാക്കോയും അതോടൊപ്പം അഭിഭാഷകനുമുണ്ട്. ഇപ്പോൾ അഭിഭാഷകൻ്റെ ഒരു സാന്നിധ്യത്തിൽ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയാണ്. ഇതിനുശേഷം ഒരു ചോദ്യം ചെയ്യലിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം ഷൈൻ ടോം ചാക്കോയുടെ മാത്രമായി ഒറ്റയ്ക്കിരുത്തി തന്നെയാവും ചോദ്യം ചെയ്യൽ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അഭിഭാഷകന്റെ കൂടി സാന്നിധ്യം ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ ആവശ്യപ്പെട്ടാലും മറ്റ് പ്രകോപനങ്ങളില്ലാതെ ചോദ്യം ചെയ്യും എന്ന ഉറപ്പോടുകൂടി ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാനുള്ള നീക്കമാവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. ഇപ്പോൾ SHOയുടെ മുറിയിൽ ഇവർ ACP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഷൈൻ ടോം ചാക്കോയും പിതാവും അഭിഭാഷകനും ഉണ്ട്. ഇതിനുശേഷം ഈ മുറിയിൽ വെച്ച് തന്നെയാകും ചോദ്യം ചെയ്യൽ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആ സമയം ഒരുപക്ഷെ അഭിഭാഷകനെയും അച്ഛനെയും പുറത്തേക്കോ ഇല്ലെങ്കിൽ ഈ മുറിക്ക് പുറത്തേക്കോ മാറ്റാൻ സാധ്യതയുണ്ട്. എന്തുതന്നെയായാലും 16-ാം തീയതി രാത്രിയിൽ ഹോട്ടലിൽ നിന്നും ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഇറങ്ങിയോടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ ഇന്ന് 19-ാം തീയതി രാവിലെ 10 മണിക്കാണ് പിന്നീട് പരസ്യമായി രംഗത്തെത്തുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നോർത്ത് സ്റ്റേഷനിലേക്ക് ഹാജരാവുകയായിരുന്നു. നോർത്ത് സ്റ്റേഷനിൽ ഹാജരായത് കൃത്യം നോട്ടീസിൽ പറഞ്ഞിരുന്ന 10 മണിക്ക് തന്നെയാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് തുടർ നടപടിയാവും സ്വീകരിക്കുക എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിക്കുമോ എന്ന് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണല്ലേ സാർ ചോദ്യം ചെയ്യൽ? നർക്കോട്ടിക് SP ആണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയുള്ള ചോദ്യം ചെയ്യൽ നർക്കോട്ടിക് SPയുടെ കൂടി സാന്നിധ്യത്തിലാകും എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നർക്കോട്ടിക് SPയും ഇപ്പോൾ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല, എന്നാൽ വിശദമായി എല്ലാ കാര്യങ്ങളും പരിശോധിക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവിൽ തന്നെ ലഹരി ഉപയോഗത്തിനെതിരെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ നിലപാടെടുക്കുമെന്ന് ADGP മനോജ് എബ്രഹാം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയായുള്ള ഈ ചോദ്യം ചെയ്യൽ ഏത് രീതിയിലാകും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് നീങ്ങുന്നതെന്ന് സംബന്ധിച്ച സൂചനയുടെ കൂടി വ്യക്തമാകുന്നതാണ് ഈ നർക്കോട്ടിക് SPയും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ആ രീതിയിൽ ഇപ്പോൾ ACP അടക്കം ഇരിക്കുന്ന SHOയുടെ മുറിയിലേക്ക് തന്നെയാണ് നർക്കോട്ടിക് SPയും എത്തിയിട്ടുള്ളത്. നർക്കോട്ടിക് SPയുടെ കൂടി സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതും. രോഹിണി, സുധീഷ്, ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പോലീസ് ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം കൃത്യമായി ഷൈനിൽ നിന്നും ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ ലഭിക്കേണ്ടതുണ്ട്. കാരണം കൊച്ചിയിൽ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഡാൻസ് ഓഫ് സംഘം എത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോ തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങി ഓടിയിരിക്കുന്നത്. ഏതു വഴിയാണ് ഇറങ്ങി ഓടിയത് എന്നുള്ളതും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രധാനമായും ആദ്യം ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തിന് ആ കൊച്ചി ഹോട്ടലിൽ റൂം എടുത്തു എന്നുള്ളത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ എന്തിന് ഇറങ്ങി ഓടി എന്നുള്ളതുമാണ്. അതോടൊപ്പം രക്ഷപ്പെടാൻ സഹായിച്ചവർ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിലേക്ക് കൂടി. ഇതൊക്കെ തന്നെയല്ലേ പ്രാഥമികമായി പോലീസിന് ആദ്യം മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ തുടർ ചോദ്യം ചെയ്യലുകൾ?
ടോണി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നോട്ടീസ് നൽകിയതിൽ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതടക്കം ഈ ഹോട്ടലിൽ നിന്നും എന്തിന് ഇറങ്ങി ഓടി എന്നത് സംബന്ധിച്ച് നേരിട്ടെത്തി വിശദീകരണം നൽകണം. അത് ഇന്ന് രാവിലെ 10 മണിക്കാണ് എത്തേണ്ടതെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള നോട്ടീസാണ് നൽകിയത്. ഏറ്റവും പ്രധാനമായും ആ കാര്യങ്ങൾ തന്നെയാണ് ബോധിപ്പിക്കേണ്ടത്. അത് ബോധിപ്പിക്കാൻ സ്വാഭാവികമായും മറ്റ് ചോദ്യങ്ങളിലേക്ക് കടന്നാൽ പോലും ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിന് എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കാകും. ആ ചോദ്യം ചെയ്യലിന് ഉത്തരം നൽകാൻ പൂർണ്ണമായും ഷൈൻ ടോം ചാക്കോ ബാധ്യസ്ഥനുമാണ്. അത് മുൻകൂട്ടി അറിയിച്ച കാര്യവുമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും. അത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളിലടക്കമുള്ള വിവരങ്ങളും ചോദിച്ചറിയും. ഇത്തരത്തിൽ എന്തൊക്കെ വിവരങ്ങൾ തേടണം എന്നത് സംബന്ധിച്ച് ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് ഒരു ചോദ്യാവലി തയ്യാറാക്കി. എന്നാൽ ഇതിൽ നിന്നും ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങളൊക്കെയും മാറാനും കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ ചോദ്യങ്ങൾ പോകാനും എല്ലാം സാധ്യതയുണ്ട്. എന്നാൽ തന്നെയും എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കണമെന്നത് സംബന്ധിച്ച് പ്രധാനമായുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘവും ഉള്ളത്. അത് സംബന്ധിച്ച ചില ധാരണകൾ അഭിഭാഷകരിൽ നിന്നും മറ്റും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കുമുണ്ട്. അത്തരത്തിൽ രണ്ടു ഭാഗവും കൃത്യമായ തയ്യാറെടുപ്പുകളോടെത്തിയ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാവും ഉണ്ടാകുക. ആ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ നർക്കോട്ടിക് SP അടക്കം സാന്നിധ്യം ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ സെൻട്രൽ ACP ജയകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അത്തരത്തിൽ പോലീസും നർക്കോട്ടിക് വിഭാഗവും എല്ലാം തന്നെ ചോദ്യം ചെയ്യൽ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു ഒളിച്ചോട്ടം അത് 16-ാം തീയതി രാത്രി മുതൽ ഇന്ന് 19-ാം തീയതി രാവിലെ 10 മണി വരെയും പോലീസിന് കണ്ടെത്താതെ എവിടെയെന്ന് ചില സൂചനകൾ പൊള്ളാച്ചിയിലും മറ്റും ഉണ്ടെന്ന് ലഭിച്ചതല്ലാതെ കൃത്യമായി കണ്ടെത്താനോ ഇല്ല കസ്റ്റഡി എടുക്കാനോ ഒന്നും തന്നെ പോലീസിന് സാധിച്ചിരുന്നില്ലെങ്കിൽ തുനിഞ്ഞിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഷൈൻ ടോം ചാക്കോ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതുവരെ എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിൽ ഏത് രീതിയിൽ എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യം, ഈ ഒളിച്ചോട്ടത്തിന് പിന്നിലെ പ്രേരണ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെയാണ് ഈ ലഹരി വിതരണവുമായും മറ്റും ബന്ധപ്പെട്ട ചിലരുമായുള്ള ഫോൺ കോൾ വിവരങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുടെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചോദിച്ചറിയും. ആ ചെയ്യലിൽ കൃത്യമായ മറുപടി നൽകുന്നില്ലെങ്കിൽ ഫോൺ അടക്കം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള പരിശോധന നടത്തും. ഇതിന് എല്ലാം സഹായകരമായി അന്വേഷണ സംഘം ഫോൺ കോൾ വിവരങ്ങളും അതോടൊപ്പം തന്നെ വിവിധ ഹോട്ടലുകളിൽ താമസിച്ചപ്പോഴത്തെ CCTV ദൃശ്യങ്ങളും അവിടേക്ക് വന്ന സന്ദർശകരുടെ ദൃശ്യങ്ങളും അവിടുത്തെ സന്ദർശന രജിസ്റ്ററും എല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി തന്നെ നൽകാൻ നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടും മറ്റും ഇല്ലെങ്കിൽ അത്തരം ആൾക്കാരുമായുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടും മറ്റും തെളിവുകൾ ലഭിച്ചാൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശിക്കും. ഒരു അറസ്റ്റിലേക്കോ ഒന്നും തന്നെ പോകാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് നിലവിൽ ഉള്ള സാഹചര്യം. അത് കഴിഞ്ഞ ദിവസം നർക്കോട്ടിക് SP തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതുവരെയും തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടതും. എന്തുതന്നെയായാലും ഇന്ന് 10 മണിക്ക് തന്നെ നോർത്ത് സ്റ്റേഷനിലെത്തിയ ഷൈൻ ടോം ചാക്കോ നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ SHOയുടെ മുറിയിലാണ് ഉള്ളത്. ഇവിടെ അഭിഭാഷകനും പിതാവും ഒപ്പമുണ്ട്. അവരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാവും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. രോഹിണി, സുധീഷ്, അതോടൊപ്പം പോലീസിനെതിരെയും ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നുവല്ലോ. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ 2014 ഉൾപ്പെട്ട കേസിൽ പോലും കോടതി ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയപ്പോൾ സൂചിപ്പിച്ചത് പോലീസ് ലാഘവത്തോടുകൂടി ഈ കേസ് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് തെളിവുകളുടെ അഭാവം ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡാൻസ് ഓഫ് സംഘം എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് വിവരം ലഭിക്കുന്നു. സിനിമാ സ്റ്റൈലിൽ തന്നെയാണ് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. പക്ഷേ തുടർന്ന് അങ്ങോട്ട് 3 ദിവസമായിട്ടും പോലീസിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പോലീസിനെതിരെയും കൂടി ആക്ഷേപങ്ങൾ ഉയരുന്നില്ലേ? ടോണി, തീർച്ചയായും 2015 ജനുവരി 31 കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും മയക്കുമരുന്നുമായി രാസലഹരിയുമായി പിടിയിലാവുമ്പോൾ തന്നെ
അന്ന് സ്വീകരിക്കേണ്ട നടപടികളിൽ വരുത്തിയ വീഴ്ചകൾ, അത് ഇങ്ങോട്ട് ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയായി എല്ലാ പ്രതികളെയും കുറ്റമുക്തരാക്കുന്ന ഒരു സാഹചര്യം എത്തിയതോടെ വലിയ രീതിയിലുള്ള ആരോപണം കേട്ടിരുന്നു. ആ ആരോപണത്തിന് മുനയൊടിക്കുന്ന രീതിയിൽ മാതൃകാപരമായ ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഷൈൻ ടോം ചാക്കോയെ കൈകാര്യം ചെയ്യുന്നതിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ രാസലഹരിയുടെ ആ ഒരു മായാലോകത്തു നിന്നുള്ള ഓരോ സംസാരങ്ങളും അത് എല്ലാം കാണുകയും അത് വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് പ്രചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും എക്സൈസും പോലീസും എല്ലാം അതിനു മുമ്പിൽ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനത്തിനും ഇടയായി. ഇതേ സാഹചര്യത്തിൽ തന്നെ സിനിമാ സെറ്റുകളിലേക്ക് പൂർണ്ണമായ ഒരു ഇല്ലെങ്കിൽ കൃത്യമായും ഇത്തരത്തിൽ രാസലഹരികൾ ഉപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച് സിനിമാ പ്രവർത്തകരിൽ നിന്ന് തന്നെ ആരോപണം ഉയരുന്ന ഒരു ഘട്ടത്തിൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഉണർന്നുള്ള പ്രവർത്തനം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിലും പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ അന്വേഷണം ഇന്ന് ചോദ്യം ചെയ്യലിലേക്ക് എത്തി നിൽക്കുന്നത്. ശരി, സുധീഷ് തുടരുക.